ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബാക്ക് പീസിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ അളവുകൾ കഴുത്തിറങ്ങുന്നതിനനുസരിച്ച് ഷോൾഡർ കറക്റ്റ് ചെയ്യുന്നത്, ആം ഹോൾ അഥവാ കൈക്കുഴി കറക്റ്റ് ചെയ്യുന്നത്, വണ്ണം, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞ് അതിൻ്റെ അടുത്ത മൂന്നാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് വെട്ടാം. അപ്പോൾ നമ്മൾ ഈ ബാക്ക് വെട്ടിയത് വെച്ചാണ് ഫ്രണ്ട് ആദ്യം വരയ്ക്കുന്നത്. ഇവിടെ ഇത് മടക്ക് ഭാഗമാണെന്നറിയാലേ, നമ്മൾ ഈ മടക്കിൽ നിന്നാണ് ബാക്ക് കട്ട് ചെയ്തത്. ഇവിടെ ഓപ്പൺ ഭാഗമാണ്. നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് തയ്ക്കുന്നതെന്നുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഫ്രണ്ട് വരയ്ക്കാം. നമ്മൾ ഈ ബാക്കിന് നേരെ അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. ക്രോസ് ആയിട്ടാണ് ഫ്രണ്ട് വേണ്ടതെങ്കിൽ ഇതാ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കുമ്പം ഈ ബോർഡറിൻ്റെക്കാളും പുറത്തോട്ടൊന്നും പോകരുത്. ആ ലൈനിന് കുറച്ചുകൂടി അരയിഞ്ചെങ്കിലും അകത്തോട്ട് നിന്നാൽ കൊള്ളാം. അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് കിട്ടണം. ഇവിടെ നമുക്ക് തുമ്പ് ഇവിടം വരെ വണ്ണം ഉള്ളെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുമ്പാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ ഈ ഭാഗത്ത് ചിലപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം ഇനിയും വണ്ണം ഇടേണ്ടി വരും. അതുകൊണ്ട് ഈ ഭാഗത്തും ആവശ്യത്തിന് വണ്ണം കിട്ടുന്ന വിധത്തിൽ നിന്ന് മാത്രമേ നമ്മൾ തുണിയെ ഇടാവൂ. അതായത് വണ്ണം ഇതുപോലെ അധികം കിട്ടത്തക്ക വിധം ഇടണം. ഇപ്പോൾ നമുക്കിങ്ങനെ ക്രോസ് അല്ല, സ്ട്രെയിറ്റ് ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. ക്രോസ് ബ്ലൗസിൻ്റെ എല്ലാം വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് കാണാം. ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ബ്ലൗസ് കട്ട് ചെയ്യാം. ഇങ്ങനെ നേരെ വെച്ചിട്ട് അപ്പോഴും നമുക്ക് ഇവിടെ തുമ്പൊക്കെ ഈ ഇതിനേക്കാളും തുമ്പിപ്പുറത്തുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ഈ ബ്ലൗസ് ഈ കട്ട് ചെയ്ത ബാക്ക് പാർട്ട് വെച്ച് നമുക്ക് ഷോൾഡറും ഈ ആം ഹോളും ഈ വണ്ണം കുറച്ച് വണ്ണം ബാക്കി നമ്മളിവിടെ കറക്റ്റ് ചെയ്യും. ഈ സൈഡും എല്ലാം നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇപ്പം നമുക്ക് ബാക്കിങ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യാം. അപ്പുറത്തെടുത്ത അതേ കഴുത്തകലം 2 ഇഞ്ച്, ഒരു പോയിൻ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടി 2.25 2.5 എടുക്കാം. ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. കഴുത്തകലം മാർക്ക് ചെയ്ത് ബാക്കിനേക്കാളും മുകളിലത്തെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇവിടെ കഴുത്തകലം മാർക്ക് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് അങ്ങ് വരയ്ക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ കുറച്ചുകൂടി കുഴിച്ച് വരയ്ക്കണം. ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കണം. ഇപ്പം നമ്മൾ കഴുത്ത് കൈക്കുഴി മാർക്ക് ചെയ്ത് കൈക്കുഴി കുഴിച്ച് വരച്ച് ഇനി അടുത്തതായിട്ട് നമുക്ക് വണ്ണം നമുക്ക് അപ്പുറത്തറിയാമല്ലേ, 9.25 മാർക്ക് ചെയ്ത് ബാക്കി ഇങ്ങോട്ട് തയ്യൽ തുമ്പ്. ഇത് നമ്മൾ അപ്പുറത്ത് മാർക്ക് ചെയ്ത അതേ അളവാണ്. ഇനി ഫ്രണ്ടിൽ ഇത് മാറ്റം വരുത്തും. അപ്പോൾ എത്രത്തോളം മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിലത് ഒന്നും കൂടി തെളിയിച്ച് വരച്ചതേ ഉള്ളൂ. വേറെ കണക്കുകളൊന്നും അല്ല ഇത്.
ഇനി നമുക്ക് ഷോൾഡർ മുതൽ നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ഇറക്കം എത്രയെന്ന് എടുക്കണം. അത് നമുക്ക് ശരീരത്തിൽ നിന്ന് അളവെടുക്കാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 9 ഇഞ്ച് വന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ 4 എടുക്കുമ്പം 32 ആയതുകൊണ്ട് 8 വരും. 8ൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടി 8.5 ആവും. ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ചും കൂടെ കൂട്ടുമ്പം 9 ഇഞ്ച്. 4 എടുത്ത് അര ഇഞ്ച് കൂട്ടി അതിൻ്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള അര ഇഞ്ചും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ലെങ്ത് എടുത്തത്. ഈ ലെങ്ത് ഏതാണെന്ന് വെച്ചാൽ ഷോൾഡർ മുതൽ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇവിടെ നമുക്ക് വണ്ണം കറക്റ്റ് ചെയ്യണം. ഇവിടെയും തൊട്ട് താഴെ ഒരു ലൈനും കൂടി വരും, അത് വരയ്ക്കാം. ഈ ലൈൻ മനസ്സിലായല്ലേ? അപ്പോൾ ഇനി അടുത്ത ലൈൻ, അതായത് ബോഡി പാർട്ട്. ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ മുതൽ നമ്മൾ അടിയിലൊരു ബാൻഡ് ഇല്ലേ, ആ ബാൻഡ് വരെ എത്തുന്ന ഈ ഒരു പാർട്ടിനെയാണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ലെങ്ത് എടുക്കാം. ഇത് നമുക്ക് ശരീരത്തിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ വെച്ച് അവരുടെ ശരീരത്തിൻ്റെ ആ ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് ബാൻഡ് വരെയുള്ള ഇറക്കം ഇത്രയും നോക്കി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അളവ് ബ്ലൗസിൽ നിന്ന് ആ രീതിയിൽ തന്നെ എടുക്കാം. ഇവിടെ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്തത് ഷോൾഡർ മുതൽ 11 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടെ കൊടുക്കാം. ശരീരത്തിൽ നിന്ന് എടുത്ത അളവാണ്. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നോക്കുന്നത്. ശരീരത്തിൽ നിന്ന് എടുക്കുമ്പം തയ്യൽ തുമ്പൊന്നുമില്ല, നമ്മൾ കറക്റ്റ് ഷോൾഡർ ലൈനിൽ വെച്ചെടുത്ത് 11 ഇഞ്ചാണേ. ആ 11 ഇഞ്ച് കൂടെ നമുക്ക് താഴത്തെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 11.25 ഒരു പോയിൻറ്റ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു പാർട്ട് 12 ഇഞ്ച് ഇല്ല, 11.25 ഈ ഒരു പാർട്ട്. നമുക്ക് ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇപ്പം നമ്മൾ ബോഡി പാർട്ട് മാർക്ക് ചെയ്ത്, ഇനി നമുക്ക് ഇവിടെ വണ്ണം കറക്റ്റ് ഉണ്ടാന്ന് നോക്കാം. ഇവിടുത്തെ വണ്ണം നമുക്ക് കറക്റ്റ് ഉണ്ടാന്ന് നോക്കാം. നമുക്ക് ഷോൾഡർ മുതൽ ഈ ലൈൻ വരെ നമുക്ക് 8.5 ലെങ്ത്. ആ 8.5 നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ നോക്കണം. 8.5ൽ നമുക്ക് വേണ്ടത് 9.25 വണ്ണം. നമുക്കിവിടെ 8.25 ഉള്ളൂ. അപ്പോൾ 9.25 വേണം. അര ഇഞ്ച് ഇവിടെ കുറവുണ്ട്. ആ അര ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൽ എടുക്കാം. അപ്പം നമുക്ക് 9.25 ഇവിടെ ഉണ്ട്. പിന്നെ ഒരു അര ഇഞ്ചും കൂടെ വേണം. ഇത്രയും വേണം. ഇപ്പോൾ വണ്ണം ഇങ്ങനെ ആയി. ഇനി നമുക്ക് 1.25 തുമ്പ് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പുറം എടുത്ത അതേപോലെ തന്നെ ബാക്കിൽ കുറഞ്ഞ വണ്ണവും കൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതാണിപ്പം തയ്യൽ തുമ്പ്. ഇതാണ് തയ്യൽ തുമ്പ്. ഇത്രയും വണ്ണവും കൂടെ നമ്മൾ കൂടുതലെടുത്ത് നമുക്ക് അര ഇഞ്ച് മുകളിലോട്ട് ഷേപ്പ് വരയ്ക്കാം. ഇങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ഒരു 1 ഇഞ്ച് കൊടുക്കാം. ഇവിടെ 1 ഇഞ്ച് കൊടുത്താലൊന്നും പ്രശ്നമില്ല. ഇവിടുത്തെ ഷേപ്പ് മുകളിലോട്ടാക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ തന്നെ നമുക്കൊരു 1/4 ഇഞ്ച് പുറത്തോട്ട് തള്ളിയിടും. പിന്നെ സൈസ് കൂടിയ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അര ഇഞ്ചൊക്കെ അതിൽ കൂടുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കും. അത് ഇപ്പം ഞാനിവിടെ ഈ ബ്ലൗസിനൊരു ചെറിയ ബ്ലൗസ് അല്ലേ ഇത്, 1/4 ഇഞ്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ നെക്കിൻ്റെ ലൈനിൽ നിന്ന് ഒട്ടും കൂടണ്ട. ഇവിടെ മാത്രം ഒരു 1/4 ഇഞ്ച് പുറത്തോട്ട്. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത്, പോയിൻ്റ് ലൈൻ വരച്ച്, അത് ബോഡി പാർട്ടിൻ്റെ ലൈൻ വരച്ച്,
പിന്നെ ബാക്കിൽ കുറഞ്ഞത് ഫ്രണ്ടിൽ കൂട്ടി തുമ്പ് ഇപ്പം ഇങ്ങോട്ടായി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. അത് വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു വ്യത്യാസത്തിൽ. ഇവിടെ കുറയുന്നത് നമ്മളെ ബാൻഡിൽ കൂടും, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയ ബാൻഡിലും സ്ട്രെയിറ്റ് ആയിട്ട് വരും, ഇവിടെ ഇറങ്ങിയ ബാൻഡിൽ ഇവിടെ ഇറങ്ങും, അത്രേ ഉള്ളൂ. ഈ സൈഡ് നേരെ ആവണം. പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ എടുത്ത്, പുറത്തോട്ട് 1/4 ഇഞ്ചും കൂടെ എടുത്ത്. ഇത്രയാണ് നമ്മൾ ഇപ്പോഴും വരെ ചെയ്തത്. ഇനി നമുക്ക് ഈ ടക്ക് ഈ പോയിൻറ്റിനെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ ചെസ്റ്റില്ലേ അതിനെ 10 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അകലം കിട്ടുന്നത്. അപ്പോൾ 10 കൊണ്ട് ഭാഗിക്കും 32 ആകുമ്പം 3.2 വരും. 3.2 വരും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് അങ്ങ് എടുത്താൽ മതി. നമുക്കിവിടെ ഒരു 3.5 എടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഒക്കെ നമുക്ക് ഇവിടെ ചെസ്റ്റ് റൗണ്ടിന് 10 കൊണ്ട് ഭാഗിക്കുന്നതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് ഈ ഒരു ഡാർട്ടിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കണം. ഇനി നമുക്ക് ഈ ടക്ക് പോയിന്റ് നമ്മൾ എത്രയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അത് നമുക്ക് തോന്നുന്ന കണക്കിന് 1 ഇഞ്ച് 2 ഇഞ്ചൊന്നും പിടിച്ച് തയ്ക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ തയ്ക്കുമ്പം നമ്മുടെ അതാ ഈ ഒരു ഭാഗത്ത് എത്ര വണ്ണം ഉണ്ടോ, നമ്മളിപ്പോൾ എത്രയുണ്ട്, ഈ ഭാഗത്ത് നമുക്ക് വരുന്ന വണ്ണം 9.25 1/2 ഇഞ്ചും കൂടെ കൂട്ടുമ്പം 9.25. അപ്പോൾ ഈ 9.25 നമ്മൾ ഇവിടുത്തെ വണ്ണം. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് ഭാഗത്തുള്ള വണ്ണം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്ലൗസിൻ്റെ ഹൂക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തെ ഹൂക്ക് ഇടുന്ന ആ ഭാഗത്തുള്ള വണ്ണം നമുക്ക് 28 അല്ലേ. ഈ 28ൻ്റെ 4 ഭാഗം, 28നെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടും. അപ്പോൾ 7 ഇഞ്ച് 9.25 7 ഇഞ്ചും ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് നോക്കേണ്ടത്. 9.25 ഈ ഭാഗത്തുള്ള വണ്ണം. എങ്ങനെയാണ് 9.25 അറിയാം. ഇനി അതിൽ നിന്നും നമ്മുടെ അരഭാഗത്ത് വരുന്ന വണ്ണം 28ൻ്റെ 4 എടുക്കുമ്പോൾ 7 ഇഞ്ച്. അപ്പോൾ ഈ 7 ഇഞ്ചും 9.25 ഇഞ്ചും തമ്മിലുള്ള വ്യത്യാസം 2.25 ഇഞ്ചാണ്. അപ്പോൾ 2.25 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 2.5 നോക്കാം. അതായത് ആ 3/4 എന്ന് പറയുന്നത് ആ ഒരു 2 പോയിന്റ് നമുക്കത് പറഞ്ഞു തരാം. ആ 2 പോയിന്റിൻ്റെ കാര്യം നമുക്ക് 2.5 നോക്കാം. 2.5 നമുക്ക് 2.5യുടെ പകുതി 1.25. അപ്പോൾ നമുക്കിവിടെ ടക്ക് ഇടേണ്ടത് 1.25. അപ്പോൾ 2.5 ആയി. ഇനി നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റും കൂടെ കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ട ആ പോയിന്റ്, അതെ ഇതാണ് നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഈ ഒരു ലൈനില്ലേ നമ്മൾ വരയ്ക്കുമ്പം അല്ലെങ്കിൽ തയ്ക്കുമ്പം ഈ ഒരു ലൈനിൻ്റെ മുകളിലോട്ട് കയറി പോവരുത്, തൊട്ട് താഴെ നിൽക്കാവുള്ളൂ. നമ്മൾ ഇത് പോയിന്റിൻ്റെ കറക്റ്റ് ലൈനാണിത്, അതിനേക്കാളും മുകളിലോട്ട് നിൽക്കരുത് കേട്ടോ. വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരഞ്ഞു പോയാലും നമ്മൾ തയ്ക്കുമ്പം അങ്ങോട്ട് മുകളിലോട്ട് കയറരുത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ബ്രസ്റ്റ് പോയിന്റിനേക്കാളും മുകളിലോട്ടായി പോവരുത്. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 1 ഇഞ്ച്, അതിനെ നമുക്ക് സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കാം. അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു ഷേപ്പ് കൊടുക്കാം, ഇതെങ്ങനെ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു നേരത്തെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ വെട്ടിയെടുത്താൽ മതി. മെയിൻ ടക്ക് റെഡിയായി. ഈ ലൈനൊക്കെ നമ്മൾ ആദ്യം പഠിക്കുന്നവർ ഇതെല്ലാം വരയ്ക്കണം, വരച്ച് തന്നെ വെട്ടണം. അല്ല കുറേ നാൾ കഴിയുമ്പോൾ ഇത്രയും വരകളുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഹൂക്കൊക്കെ വയ്ക്കുന്ന ആ പടിയില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ടക്കാണിത്. ഇനി നമുക്ക് നമ്മുടെ
ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് കുഴിഞ്ഞ ഭാഗത്തു നിന്ന് ഇതിനെ ലക്ഷ്യമാക്കി ഈ പോയിന്റിലോട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇപ്പുറത്ത് 1/4 ഇഞ്ച് ഇവിടെ നിന്നും 1/4 ഇഞ്ച് എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കാം. തമ്മിൽ 1.5-2 ഇഞ്ച് അകലം മതി. ഇവിടെ അത്രയും അകലം നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. കാര്യം ജസ്റ്റ് കുറവല്ലേ, ചെറിയ ഒരു സൈസ് ബ്ലൗസ് അല്ലേ ഇത്, അതുകൊണ്ട്. അതായത് ജസ്റ്റ് കൂടുമ്പം നമുക്ക് ഈ അകലം കുറച്ചും കൂടി ഇങ്ങോട്ട് നിൽക്കൂലേ, അല്ലെങ്കിലും ഒരു 1.5-1.25 ഗ്യാപ്പ് മതി. ഇനി അടുത്ത് വരരുത്, ഇവിടെ ആ ഒരു ലൂസ് കിട്ടണം, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് ബ്ലൗസ് കട്ടിങ്, ബോഡി പാർട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് എടുക്കണം. ഈ അളവ് കറക്റ്റായിട്ട് എടുക്കണം. ഇത് തയ്ക്കുന്ന സമയത്ത് ഈ കട്ടിങ് എടുക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ പറയാം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. ഇനി ബാൻഡ് കട്ട് ചെയ്യാം. ഈ സൈഡ് ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ്. നമ്മൾ ഫ്രണ്ടിൽ ബാൻഡുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിൻ്റെ ഈ സൈഡിന് തുല്യമായിരിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇനി എത്രയാണ് കുറവുള്ളത്, ഇതും തയ്യൽ തുമ്പും കൂടിയാണ് നമുക്ക് എടുക്കേണ്ടത്. പക്ഷേ നമ്മളിവിടെ ടക്ക് ഇട്ട് കഴിയുമ്പം ഇത് കുറച്ചും കൂടി മുകളിലോട്ടാവും. ഇവിടെ മാത്രമല്ല, നമുക്ക് ഇവിടെയും എടുക്കണമല്ലേ. അപ്പോൾ നമുക്ക് ടക്ക് ഇട്ടതിന് ശേഷം കട്ടിങ് വെട്ടിയെടുക്കുന്നതാണ് കറക്റ്റ്. ഇപ്പം നമുക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ദാ ഈ ടക്കും കൂടെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യാം. ദാ ഇതാണ് നമ്മുടെ ബാൻഡിൻ്റെ അളവ്. ഹൈറ്റാണ് ഈ ഭാഗത്തെ വീതിയും ഈ ഭാഗത്തെ വീതിയുമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടെ ഈ നീളം എത്ര വേണമെന്നാണ് നമ്മൾ ടക്കിട്ടതിന് ശേഷം ഇവിടെ എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. 2.25 9 ഇഞ്ച്. ഇവിടെ 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഈ 9 ഇഞ്ച് എന്ന് പറഞ്ഞത് 7 ഇഞ്ച് നമുക്ക് ആവശ്യത്തിനുള്ള അളവ് വേസ്റ്റിൻ്റെ 4/1, പിന്നെ നമുക്ക് തയ്യൽ തുമ്പുമാണ്. ഈ ഭാഗത്ത് 4 ഇഞ്ചും ഈ ഭാഗത്ത് 3 ഇഞ്ചും. നാലിഞ്ചും തയ്യൽ തുമ്പും, ഒരു 4.5. ഇവിടെ 3 ഇഞ്ചും തയ്യൽ തുമ്പും 3.5. നമ്മൾ എത്രയാണോ തുമ്പ് കൊടുക്കുന്നത്, 1/4 ഇഞ്ച് തുമ്പേ കൊടുക്കുന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് മതി. 1/2 ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച്. ഇപ്പോൾ 2 ബാൻഡായി. ഇനി ഇതുപോലെ 4 കൂടി കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇനി ബാക്കി ബാൻഡ്, ക്രോസ് പീസ് എല്ലാം കട്ട് ചെയ്യണം. നമ്മൾ ഈ ടക്ക് പോയിൻ്റ് അപ്പുറത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഇതെങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇപ്പുറത്താവും.
ഇനി നമുക്ക് ഈ 2 ടക്കുകളും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ആ സ്റ്റിച്ച് പോവേണ്ട ആ ലൈനിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് പോവേണ്ട വണ്ണത്തിൻ്റെ ലൈൻ ഇതാണ്. ഇവിടെ നമുക്ക് അതുപോലെ കട്ട് ചെയ്യാം. ബാക്കിലും അതുപോലെ. ബാക്ക്, ഫ്രണ്ട്, ബാൻഡ് ഇത് ഇത്രയും നമ്മളിവിടെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഓരോ അളവുകളും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന അളവനുസരിച്ച് കറക്റ്റായിട്ടൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തുടക്കക്കാരായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതെല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി നോക്കണം, മടക്കുകൾ കറക്റ്റാണോ നോക്കണം. ഈ ബാക്ക് ഓപ്പൺ അല്ല, ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ്. അപ്പോൾ ബാക്ക് മടക്കിൽ തന്നെയാണ് കഴുത്തെന്ന് നോക്കണം. ഇവിടെ ഫ്രണ്ടിൽ പിന്നെ പ്രശ്നമില്ല, ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ മടക്ക് വേണമെന്നില്ല. കട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കൂടെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ബ്ലൗസ് കട്ടിങ് നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം അത്രയ്ക്കങ്ങ് പിടി കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ വീണ്ടും ശ്രമിക്കണം. ഒരു പഴയ തുണിയെടുത്ത് കട്ട് ചെയ്ത് നോക്കണം. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനിയത്തിക്കോ അല്ലെങ്കിൽ കൂട്ടുകാരിക്കൊക്കെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനും കൂടി ശ്രമിക്കണം. പഠിച്ചത് നമ്മൾ ചെയ്ത് നോക്കണം, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്തത് ഏതെന്നൊക്കെ പിടികിട്ടുന്നത് അപ്പോഴാണ്. അപ്പോൾ എല്ലാവരും തയ്ക്കാൻ ശ്രമിക്കണം. സ്ലീവ് കട്ടിങ് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.